ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് മേക്കപ്പ് പ്രൊഡക്ട്സ് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള എന്നാൽ ബിഗിനേഴ്സിന് ആവശ്യമായിട്ടുള്ള, നമുക്ക് വലിയ പ്രോയൊന്നും അല്ലാത്തവർക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ചെറിയ ചെറിയ പ്രൊഡക്ട്സ്. വലിയ ഹൈ പ്രൊഡക്റ്റ് ഒന്നും ഉണ്ടാവില്ല, ഹൈ എൻഡ് പ്രൊഡക്റ്റ് ഒന്നും ഉണ്ടാവില്ല. എല്ലാം ചെറിയ ചെറിയ പൈസയ്ക്കുള്ള, നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് നിങ്ങൾ തുടക്കക്കാരൻ മേക്കപ്പിൻ്റെ തുടക്കത്തിലുള്ള സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾക്ക് മേക്കപ്പ് എന്താണെന്ന് അറിയില്ല, ജസ്റ്റ് എന്താണെന്നൊക്കെ അറിയാൻ പാകത്തിന് അങ്ങനത്തെ യൂസ് ചെയ്യാൻ പറ്റും. എന്നാൽ നല്ല പ്രൊഡക്റ്റ്, കാണിക്കുന്ന മിക്ക പ്രൊഡക്റ്റും അത്യാവശ്യം നല്ലതാണ്. അപ്പം അങ്ങനത്തെ കുറച്ച് പ്രൊഡക്ട്സിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പം നിങ്ങളെന്നെ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ എൻ്റെ പേര് നിസ എന്നാണ്. അപ്പം ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് കണ്ടൻറ്റോ എന്തോ ആയിക്കോട്ടെ, അതൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ള, അപ്പം അങ്ങനെ ചെയ്യുന്നൊരു ഉള്ള ആളാണ്. അപ്പം നിങ്ങൾ ആദ്യമായിട്ട് ആണ് കാണുന്നതെങ്കിൽ എല്ലാവർക്കും നമസ്കാരമോ എന്തിലൊക്കെ പറയണം. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലെങ്കിൽ ഒന്നും ചെയ്യേണ്ട. എന്താ ഇഷ്ടപ്പെടാത്തതെന്നൊക്കെ പറഞ്ഞോ, കുഴപ്പമില്ല. അപ്പം നമുക്കിന്ന് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം നമുക്ക് മേക്കപ്പിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് നമുക്ക് പ്രൈമറായിട്ട് ഞാൻ വച്ചേക്കുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇൻസൈറ്റിൻ്റെ ഇതാണ്. ഇൻസൈറ്റിൻ്റെ പ്രൈമർ 3-in-1 പ്രൈമേഴ്സ് പ്രൊട്ടക്റ്റ് ആൻഡ് മോയ്സ്ചറൈസ്. ഇത് പ്രൈമറും നമ്മുടെ മോയ്സ്ചർ തരുമെന്നാണ് ഇവർ പറയുന്നത്. ലോങ് ലാസ്റ്റിംഗ്, ഓയിൽ ഫ്രീ. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് എന്തോ ഒരു റേറ്റ് ഞാൻ താഴെ കൊടുക്കാവേ, ഇതിൽ കാണിക്കുന്നില്ല. അപ്പോൾ എന്തായാലും ഞാൻ ഈ വീഡിയോ കാണിക്കുന്ന എല്ലാ പ്രൊഡക്റ്റും ഒരു 250, അല്ലെങ്കിൽ ഓഫറിന് 250, അങ്ങനെ എന്തായാലും ഒരു 300ൻ്റെ മുകളിൽ ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. ഞാൻ അപ്പം പറഞ്ഞു പോകാം. അപ്പോൾ ഇതാണ് പ്രൈമറായിട്ട് ഞാൻ ഫോക്കസ് ആവും. എന്തായാലും ഇത് പ്രൈമറായിട്ട് ഞാൻ പറയുന്നത് ഇൻസെക്റ്റിൻ്റെ ഈ പ്രൈമർ. ഇത് അത്യാവശ്യം നല്ലതാണ്, വലിയ പ്രൈസും ഇല്ല. ഇതിന് എൻ്റെ ഓർമ്മ ശരിയാണ് ഒരു 150 ആ റേഞ്ച് ഉള്ളൂ. അപ്പം ഇത് നല്ലൊരു ഓപ്ഷനാണ് ഈ പ്രൈമറായിട്ട്. പിന്നെ ഞാൻ എന്നും നിങ്ങളിപ്പോൾ ഒരു ഫങ്ഷനൊക്കെ പോവുകയാണെങ്കിൽ മാത്രം പ്രൈമറിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾക്ക് പ്രൈമർ എന്തിനാണെന്ന് വെച്ചാൽ, ഇപ്പം എൻ്റെ മുഖത്ത് അത്യാവശ്യം ഇവിടെ പോർസൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള സ്കിന്നാണെങ്കിൽ നമുക്ക് ഈ ഫൗണ്ടേഷൻ ഇട്ടുമ്പോൾ ആ കുഴിയിലേക്ക് കാണുന്നിട്ട് അതൊരു സ്മൂത്ത് അല്ലാത്തോളം തോന്നും. അപ്പം നിങ്ങൾക്ക് അങ്ങനെയുള്ള സ്കിന്നൊന്നും അല്ല, നോർമൽ സ്കിന്നാണ്, ഒരു പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് പ്രൈമറിൻ്റെ ആവശ്യമില്ല, നമുക്ക് നേരിട്ട് ഫൗണ്ടേഷൻ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്താൽ മതി. നിങ്ങൾക്ക് പോഴ്സ് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പ്രൈമർ ഇട്ട് ജസ്റ്റ് ഒരു മേക്കപ്പ് ഒന്ന് ഹോൾഡ് ചെയ്യാനും, അതത്ര നമ്മുടെ ഈ മേക്കപ്പ് പ്രൊഡക്ട്സൊക്കെ നമ്മുടെ സ്കിന്നിലേക്ക് നേരിട്ട് എത്തത്തില്ല, ഉള്ളിലേക്ക് അബ്സോർബ് ആവില്ല. അപ്പോൾ ഈ പ്രൈമർ ഇടുമെങ്കിൽ അതൊരു പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കും. അതിനാണ് നമ്മൾ പ്രൈമർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് പ്രൈമർ ജസ്റ്റ് നോക്കാൻ, ബിഗിനറിന് ഒരു പ്രൈമർ ഓപ്ഷൻ നോക്കുന്നുണ്ടെങ്കിൽ ഇത് നോക്കോളൂ. അപ്പം അടുത്തതെന്ന് പറയുന്നത് കൺസീലറാണ്. മോസ്റ്റ്ലി ഞാൻ യൂസ് ചെയ്യുന്നത് കൺസീലർ. നമുക്ക് ഫൗണ്ടേഷൻ നമുക്ക് എവറിഡേ ബേസിന് ആവശ്യമില്ല. അതായത് നമ്മുടെ ക്ലൈമറ്റിനും നമുക്ക് ഫൗണ്ടേഷൻ എന്നൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പം നിങ്ങൾക്ക് ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫൗണ്ടേഷൻ കുറച്ചും കൂടി നല്ലതാണ്. അല്ലെങ്കിൽ നമുക്കൊരു കൺസീലറിൻ്റെ ആവശ്യം മതി. അല്ലാതെ കൺസീലർ അല്ലെങ്കിൽ BB ക്രീം, ഈ വീഡിയോയിൽ ഞാൻ BB ക്രീമൊന്നും ഉൾപ്പെടുത്തില്ല. ഞങ്ങൾ ജസ്റ്റ് എല്ലാ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് BB ക്രീം ഞാൻ വേറൊരു വീഡിയോ ഇട്ട് ചെയ്യാം. അപ്പോൾ ഇതിൽ കൺസീലറിൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് സ്വിസ് ബ്യൂട്ടിയുടെ ഒരു കൺസീലറാണ്. ഇതിൻ്റെ ഷെയ്ഡ് ഞാൻ താഴെ മെൻഷൻ ചെയ്യാം കേട്ടോ. ഇത് എന്തായാലും ഈ റേഞ്ചിലെ അവസാനത്തെ ഷെയ്ഡാണ്. ഇത് അത്യാവശ്യം നല്ല ഷെയ്ഡ്, അത്യാവശ്യം ഫേമസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്, എല്ലാവരുടെ കയ്യിലുള്ള പോലത്തെ ഷെയ്ഡാണ്. അപ്പോൾ ഇത് നല്ലൊരു ഓപ്ഷനാണ്. ഇതിനും ഒരു 200-250യുടെ ഉള്ളിലുള്ളൂ. നിങ്ങൾക്ക് ഫൗണ്ടേഷൻ യൂസ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് മാത്രം മതി, ഒരു കൺസീലർ മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇപ്പം കണ്ണിൻ്റെ അടിയിൽ ഇവിടെയൊക്കെ അൺഈവൻ സ്കിൻ ടോൺ ആയിരിക്കും നമുക്ക് എല്ലാവർക്കും. അപ്പോൾ ഇപ്പം ഈ പാടൊക്കെ നമുക്ക് ജസ്റ്റ് അവിടെ മാത്രം ഡോട്ട് ചെയ്ത് ഒന്ന് ഇത് ചെയ്യുവാണെങ്കിൽ അത് കവർ ചെയ്ത് കിട്ടും. അപ്പം നമുക്ക് ഫൗണ്ടേഷൻ എവറിഡേ ബേസിന് ആവശ്യമില്ലെങ്കിൽ നമുക്കൊരു കൺസീലർ ഉണ്ടെങ്കിൽ നല്ലത്. നമുക്കൊരു കണ്ണിൻ്റെ അടിയിലൊക്കെ നിന്നിട്ട് നമുക്ക് ഭയങ്കര ബ്രൈറ്റ് ചെയ്തിരിക്കും. നമ്മുടെ സ്കിൻ മേക്കപ്പ് ചെയ്യുമ്പോൾ തന്നെ കണ്ണിൻ്റെ അടി നമ്മൾ ബ്രൈറ്റ് ചെയ്താൽ അത് നല്ലൊരു എഫക്റ്റ് ഉണ്ടാക്കുമെന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ പിന്നെ നമ്മൾ നേരിട്ട് തന്നെ ഫൗണ്ടേഷൻ ഇട്ടുമ്പോൾ നമ്മളൊക്കെ ഈ കണ്ണിൻ്റെ അടിയിൽ നമുക്കിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഡാർക്ക് സ്കിൻ ടോൺ അൺഈവൻ ആണെങ്കിൽ നമ്മൾ നേരിട്ട് ഈ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുമ്പോൾ ഒരു ഗ്രേ ഉണ്ടാകും. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ കൺസീലർ അല്ലെങ്കിൽ ഓറഞ്ച് കറക്റ്റേഴ്സ് നമുക്ക്
സ്കിന്നിൻ്റെ ആവശ്യം അനുസരിച്ചുള്ള ഓറഞ്ച് കറക്റ്റേഴ്സൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്കൊരു ഈവൻ സ്കിൻ ടോൺ ആകാൻ പറ്റും. അത് നേരിട്ട് നമ്മൾ ഫൗണ്ടേഷൻ ചെയ്യുകയാണെങ്കിൽ അതൊരു അത്ര ലുക്ക് ഉണ്ടാവില്ല, ഒരു ഗ്രേയിഷ് ഒരു സ്കിൻ ടോൺ അങ്ങനെ ഒരു ഇതിരിക്കും. അപ്പോൾ കൺസീലർ നല്ലൊരു ഓപ്ഷനാണ് ഇത് സ്വിസ് ബ്യൂട്ടിയുടെ. പിന്നെ ഫിറ്റ് മീഡിയ ഒക്കെ ഉണ്ട്, പക്ഷെ അതിൻ്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഇതാ കുറച്ചും കൂടി നല്ലത്. ഫിറ്റ് മീനേക്കാൾ നല്ലത് ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രൈസിലും അതിൻ്റെ എല്ലാം കൊണ്ടും ഇതാണ് നല്ലത്. അപ്പോൾ ഇത് നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ അടുത്തത് നമുക്ക് ഫൗണ്ടേഷൻ്റെ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് ഫിറ്റ് മീയുടെയും ഒന്ന് മാർസിൻ്റെയും, പിന്നെ ഒന്നും കൂടി ഉണ്ട് ലാക്മേയുടെ. അത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല. അത് 200-300 എനിക്ക് കുറച്ചും കൂടി അഫോർഡബിൾ അല്ലാത്തതുകൊണ്ട് ഞാൻ കാണിക്കാത്തതാണ്. അത് നല്ല ഫൗണ്ടേഷനാണ്. ഇത് മാർസിൻ്റെ, ഇതിൻ്റെ ഞാനൊരു ഡീറ്റെയിൽഡ് റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾക്കത് കണ്ടുനോക്കാം. അപ്പോൾ ഇത് ഞാൻ തന്നെ എൻ്റെ വീഡിയോ ഞാൻ തന്നെ പ്രൊമോട്ട് ചെയ്യുന്നു. അപ്പോൾ ഇത് നല്ലൊരു ഫൗണ്ടേഷൻ. ഇതൊരു 320 ഇതുള്ളൂ. ഇത് നല്ല രസമുണ്ട്. ഞാൻ ആ വീഡിയോ മൊത്തം ഇതിനെ പുകഴ്ത്തുന്നുണ്ട്, നിങ്ങളത് പോയി കാണുക. ഇത് നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ ഉള്ളത് എല്ലാവരുടെ കയ്യിൽ ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ തന്നെ ഉള്ള സംഭവമാണ് ഫിറ്റ് മീയുടെ. പക്ഷെ എനിക്ക് ഇതിനേക്കാൾ ഇഷ്ടപ്പെട്ടത് ഇതാണ്. ഇത് ഫിറ്റ് മീയുടെ എൻ്റെ ഷെയ്ഡ് സൺ ബീച്ചാണ് ഞാൻ എടുത്തേക്കുന്നത്. പക്ഷെ ഇതിൻ്റെ കറക്റ്റ് ഇതല്ല ഷെയ്ഡ്. എൻ്റെ ഷെയ്ഡ് ഒരു ടോഫി അങ്ങനത്തെ ലാസ്റ്റത്തെ ഷെയ്ഡാണ്. പിന്നെ എനിക്ക് ഫിറ്റ് മീനേക്കാളും ഇഷ്ടം ഇതാണ്. ഇത് കുറച്ചും കൂടി നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് നല്ലൊരു ഓപ്ഷനാണ്. ഇതും കുഴപ്പമില്ല. ഒക്കെ കുറച്ച് കോമ്പാക്ട് പൗഡർ. ഇപ്പം നമ്മൾ എന്ന് യൂസ് ചെയ്യാൻ നമുക്ക് കോമ്പാക്ട് പൗഡർ മാത്രം മതി, എൻ്റെ ഒരു അഭിപ്രായം. ഒരു കൺസീലർ, ഒരു കോമ്പാക്റ്റ്, ഒരു ലിപ്സ്റ്റിക്ക് അങ്ങനെയൊക്കെ മതി. നമുക്ക് എല്ലാം കൂടി ആവശ്യമുണ്ടല്ലോ, നമ്മൾ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒന്നുമില്ലല്ലോ. ഓരോ ഓപ്ഷൻ നമ്മുടെ ഇൻസൈറ്റിൻ്റെ ഇതാണ്. ഇതെല്ലാം ഇങ്ങനെ കൊളായപ്പോൾ ഇതിൻ്റെ അകത്ത് ഒന്നുമില്ല. ഞാൻ എല്ലാം യൂസ് ചെയ്ത്. ഇത് നല്ലതാണ്. ഇതിൻ്റെ ഷെയ്ഡും പ്രൈസ് ഞാൻ താഴെ കൊടുക്കുക. ഇത് കുറേ നാളായി ഞാൻ മേടിച്ചത്, മൊത്തം തീർന്നു. ഇത് നല്ലതാണ്. ഇതിനൊരു എൻ്റെ ഓർമ്മ ശരിയാണ് 150. പിന്നെ ഇത് നമ്മളെങ്ങോട്ട് പോകുമ്പോൾ ജസ്റ്റ് പൗഡർ ഇടാൻ താല്പര്യം ഇല്ലെങ്കിൽ ഇടാം. ഇതാകുമ്പോൾ നമ്മുടെ ഷെയ്ഡ് അത്യാവശ്യമുണ്ട്. അപ്പം നമ്മുടെ സ്കിൻ ടോൺ അനുസരിച്ച് കിട്ടും. പൗഡർ ടൈം എല്ലാവരും വെള്ള പൂശോലി ഇരിക്കില്ല. ആ ലുക്ക് എന്തായാലും കോമ്പാക്റ്റിന് ഉണ്ടാവില്ല. അതിനാണ് നമ്മൾ കോമ്പാക്റ്റ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ടച്ചപ്പ് ചെയ്യാനൊക്കെ കോമ്പാക്റ്റ് മതി. നമുക്ക് എവറിഡേ യൂസ്ഡ് കോമ്പാക്റ്റാണ് ധാരാളം. അപ്പോൾ ഇത് നല്ലൊരു ഓപ്ഷൻ ഇൻസൈറ്റിൻ്റെ. പിന്നെ ഉള്ളത് ലാക്മേയുടെ ഒരു കോമ്പാക്റ്റാണ്. പക്ഷെ ഇതിൻ്റെ അടപ്പ് ഇപ്പോൾ കാണുന്നില്ല, ചാടിപ്പോയി, പൊട്ടിപ്പോയി. ഇതിന് 155 ഇതിൽ MRP എഴുതിയേക്കുന്നത്. ഇത് നല്ലൊരു ഇതാണ്. ഇതിൻ്റെ ഇപ്പോൾ ഒരു സമാനം ഇതൊക്കെ ഉണ്ടാവും, പഫനുണ്ടാവും. ജസ്റ്റ് ടച്ച് ചെയ്താൽ മതി. അപ്പോൾ കോമ്പാക്റ്റ് ഇൻസൈറ്റിൻ്റെയും ഇതാണ് ഞാൻ പറയുന്നത്. ഇത് രണ്ടും വലിയ വിലയില്ല. പിന്നെ നിങ്ങൾക്ക് ഇപ്പം നമ്മൾ ഫൗണ്ടേഷന് കൺസിലർ എല്ലാം ഫുൾ മേക്കപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കോമ്പാക്റ്റിനേക്കാളും കുറച്ചും കൂടി നല്ലത് ഇങ്ങനത്തെ ലൂസ് പൗഡേഴ്സാണ്. ലൂസ് പൗഡർ കുറേ കിട്ടും, കുറേ മാർക്കറ്റിൽ. പക്ഷേ ഇത് കുറച്ചും കൂടി നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. നമുക്ക് അല്ലാണ്ട് തന്നെ ഇങ്ങനെ തന്നെ എടുത്തിട്ട് ചുമ്മാ ടച്ചപ്പ് ചെയ്യുമ്പോൾ നല്ല കുഴണ്ട്. ഇത് നല്ലൊരു ഓപ്ഷനാണ്. ഇത് ലൂസ് പൗഡർ. ഇത് നമുക്ക് അല്ലാണ്ട് ഈ കോമ്പാക്ട് ജസ്റ്റ് നമ്മൾ സാധാ പൗഡർ ഇടാൻ താല്പര്യമില്ലാത്തവർക്ക് ഇതാകുമ്പോൾ ഒരു ഷെയ്ഡ് ഉണ്ട്. ഇതിന് 2 ഷെയ്ഡാണെന്ന് തോന്നുന്നു. ഒരു പിങ്കും ഈ ഒരു ഓറഞ്ച് പോലത്തെ ഒരു കളർ. ഇതാണ് ഞാൻ സെലക്ട് ചെയ്തത്. പ്രത്യേകിച്ച് എന്താ ഗുണം, ഷെയ്ഡിന് വ്യത്യാസം എനിക്കറിയില്ല. നല്ല മണമൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ബ്ലഷ് എൻ്റെ ഫേവറേറ്റ് സാധനം. ഇതിൻ്റെ ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ട്. അതിൽ കുറച്ചും കൂടി ഞാൻ പറയണ്ടോ അറിയില്ല. ഇത് നല്ലൊരു ഓപ്ഷനാണ്. ഇൻസൈറ്റിൻ്റെ തന്നെ ഡസ്റ്റി റോസ്. പിന്നെ ഒരു ഷെയ്ഡുണ്ട് വാട്ടർമെലൺ എന്നാണോ അങ്ങനെ എന്തോ. അത് കുറച്ചും കൂടി അത് കുറച്ചും കൂടി ഫെയർ സ്കിൻ ടോൺ ഉള്ളത് കുറച്ചും കൂടി നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ട്. ഇത് നല്ല രസമാണ്. ഡീപ്പ് ഡസ്കി സ്കിൻ ടോണിനൊക്കെ ഇതിൻ്റെ ഷെയ്ഡ് നല്ല ഭംഗിയാണ്. ഞാൻ ഇപ്പോൾ കഴിച്ചത് ഇങ്ങനെ ബ്ലഷ് ഇട്ട് നമ്മൾ ഇട്ടു എന്നങ്ങ് അറിയിക്കും. പിന്നെ ഇത് കുറേ ഇട്ടാലും ഇല്ലേ, കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ ഇത് ഇങ്ങനെ കുറച്ചങ്ങ് അബ്സോർബ് ആകും. അപ്പോൾ ഇടുമ്പോൾ നമുക്കൊരു ഇടിച്ച ലുക്കാണെങ്കിലും 3 ദിവസമുള്ള ഇടിച്ച ലുക്ക് വേണമെങ്കിൽ നല്ലതാണ്. പിന്നെ ഇത് നല്ല രസം. ഇതിന് വലിയ ഒട്ടും പ്രൈസില്ല. ഒരു 100ൻ്റെ ഉള്ളിലേ ഉള്ളൂ ഈ സംഭവം.
ഇത് നല്ലൊരു സാധനം. ഇതിൽ കുറേ ഷെയ്ഡ്, നമുക്ക് എല്ലാ സ്കിൻ ടോണിനും പറ്റിയ ഷെയ്ഡുണ്ട്. ഒരു ഷെയ്ഡിൻ്റെ പേര് ഓർക്കണം, അതൊക്കെ കുറച്ച് എല്ലാ സ്കിൻ ടോണിനും പറ്റിയ ഷെയ്ഡ് ഇതുണ്ട്. അപ്പോൾ ഈ റേഞ്ച് ഒന്ന് നോക്കണം, നല്ലതായിരിക്കും. ഡീപ്പ് ഡസ്റ്റി സ്കിൻ ടോൺ ആണെങ്കിൽ നിങ്ങൾ എന്തായാലും 03 ഡസ്റ്റി റോസ് എന്ന് പറഞ്ഞ ഷെയ്ഡുണ്ട്, അതെന്തായാലും നിങ്ങൾ മേടിക്കുക. സൂപ്പർ സാധനം. നമുക്ക് ബ്ലഷ് ഞാൻ ഈ ഒരു ഓപ്ഷൻ മാത്രമേ കാണിക്കുന്നുള്ളൂ. ബ്ലഷ് കഴിഞ്ഞു, ഫൗണ്ടേഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് ഹൈലൈറ്റർ ആയിട്ടാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇത് ഹൈലൈറ്റർ അല്ല, പ്രോ സ്ട്രോബ് ക്രീമാണ്. ഇതിൻ്റെ ഷെയ്ഡ് റോസ് ഡയമണ്ട്. ഇത് ശരിക്കും നമ്മൾ മോയ്സ്ചറൈസറൊക്കെ യൂസ് ചെയ്യുന്നത് തന്നെ നമുക്ക് ജസ്റ്റ് എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ടച്ചപ്പ് ചെയ്ത് യൂസ് ചെയ്യുന്ന സാധനമാണ് ഇത്. പക്ഷെ എനിക്ക് അതിനേക്കാളും ഇഷ്ടം മുഖം മൊത്തം ഇട്ട് കഴിയുമ്പോൾ ഇതൊരു മിനിങ്ങിക്കൊണ്ടിരിക്കും. നമ്മൾ സിൽക്ക് സിം നടക്കും. ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 269. എന്തായാലും ഓഫറിന് നമുക്ക് അത്രയൊന്നും കൊടുക്കേണ്ട വരില്ല. ഇത് നല്ലത്. ഞാൻ ജസ്റ്റ് എടുത്തിട്ട് ഈ ബ്ലഷായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ ഹൈ എൻഡ് പോയിന്റ്സ് ഉണ്ടാവില്ല, നമുക്ക് ഈ പോയിന്റ് കണ്ടെത്താൻ പറ്റും. നമുക്ക് ബ്രൈറ്റ് ലൈറ്റ് നമ്മുടെ സ്കിന്നിലേക്ക് വരുമ്പോൾ നമുക്കിങ്ങനെ ഡയറക്റ്റ്ലി ഇതാവുന്ന സ്ഥലമില്ല. അതാണ് നമ്മുടെ ഷാർപ്പ് പോയിന്റ്. ഞാൻ മെയിൻലി ചെയ്യാറ് ഇവിടെ, ഈ ഐബ്രോയുടെ ഇവിടെ, പിന്നെ ഇവിടെ എല്ലായിടത്തും വാരി പൂശം എങ്ങനെ നോക്കുവാണെങ്കിൽ. അപ്പോൾ ഇത് നല്ലൊരു പ്രൊഡക്റ്റാണ്. NYBE ഷെയ്ഡ് റോസ് ഡയമണ്ട്. ഇത് അത്യാവശ്യം ഇങ്ങനെ നല്ലതാണ്. ഇതിൽ കുറേ ഷെയ്ഡുകളുണ്ട് കേട്ടോ, അത് നിങ്ങൾ നോക്കി നോക്കണം. ഇത് നല്ലതാണ്. ഇതിൻ്റെ പിന്നെ ഒരു വേറെ ഹൈലൈറ്റർ ആയിട്ട് ഞാൻ പറയുന്നത്, ഇപ്പം എൻ്റെ കയ്യിൽ ഇല്ല അത്. അപ്പം അത് ഇതിൻ്റെ തന്നെ ഒരു ഹൈലൈറ്റർ കിട്ടും. അത് നല്ലൊരു ഓപ്ഷനാണ്. ഇൻസൈറ്റിൻ്റെ ഹൈലൈറ്റർ കുറേ, പക്ഷെ അത് കുറച്ചും കൂടി ഭയങ്കര വലിയ പീസ്, നമുക്ക് ചങ്കിയായിട്ട് ഇങ്ങനെ ഇട്ട് ഇങ്ങനെ ഗിൽട്ടർ ഇട്ട പോലെ തോന്നും. അപ്പം അതിനേക്കാൾ നല്ല ഇതാണ്. ഇതാകുമ്പോൾ നമുക്ക് ജസ്റ്റ് നമുക്ക് സ്ട്രോബ് ക്രീമായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. ജസ്റ്റ് എടുക്കാം, മിക്സ് ചെയ്യാം, മൊത്തം ഇടാം. ഇത് നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ നമ്മുടെ മെയിൻ സാധനം നിങ്ങൾക്ക് ഐബ്രോ. നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് മൊത്തം ഞാൻ അങ്ങ് യൂസ് ചെയ്തിട്ട് എൻ്റെ പരിപ്പ് വരെ എടുത്തിട്ടുണ്ട്. അമ്മാതിരി ഞാൻ ഇനി ഇതിൻ്റെ കാലാവധി കഴിഞ്ഞ് തന്നെ യൂസ് ചെയ്യും. ഇത് ഹിലാറി റോഡാ അങ്ങനെ എന്തോ ഒരു ഐബ്രോ പാലറ്റാണ്. ഇത് നല്ല ഷെയ്ഡാണ്. നമുക്ക് ഈ ഗ്രേയും ഈ കറുപ്പ് മിക്സ് ചെയ്തിട്ടാൽ മതി. നല്ലൊരു സെൻറ്റ്. നിങ്ങൾക്ക് ആദ്യം തന്നെ കറുപ്പിട്ട് തേക്കരുത്, പിള്ളേച്ചിനാവരുത്. അപ്പോൾ ഇത് നല്ല ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു സ്പ്യൂലി ബ്രഷ് ഇത് വെച്ച ഈരി കൊടുക്കുക. ഈ സൈഡ് വെച്ച് നെക്കി ഇങ്ങനെ ചെയ്യാം. നമ്മുടെ കയ്യിലൊരു ഐബ്രോയുടെ പാലറ്റോ ബ്രഷ് എന്തെങ്കിലും വേണം. കാരണം നമ്മുടെ എന്തായാലും ഒരു ഐബ്രോയുടെ എന്തെങ്കിലും ഒരു സാധനം നമ്മുടെ എന്തായാലും വേണം. കാരണം അല്ലെങ്കിൽ അതൊരു ഫിനിഷ് ലുക്ക് കിട്ടില്ല. നമ്മൾ എന്തൊക്കെ ചെയ്താലും നമ്മൾ ഐബ്രോയും ലിപ്പും എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ തന്നെ നമുക്ക് ആ ലുക്ക് കറക്റ്റ് ആവും. അപ്പോൾ ഇത് നല്ലൊരു ഓപ്ഷനാണ്. ഇതിന് വലിയ ഒട്ടും പ്രൈസില്ല. ഞാൻ നോക്കിയപ്പോൾ തന്നെ 120 ഉള്ളിൽ കിട്ടും. കുറേ നാൾ നിൽക്കും. ബ്രഷ് മറ്റേ പെൻസിലിനേക്കാൾ കുറച്ചും കൂടി ഒരു നാച്ചുറൽ ലുക്ക് തരുന്നത് എപ്പോഴും ഇങ്ങനത്തെ പൗഡറാണ്. ഇത് നല്ലൊരു ഓപ്ഷൻ. ഇത് എന്തായാലും നിങ്ങൾ മേടിക്കും. ഇങ്ങനത്തെ പാലറ്റുകൾ മേടിച്ചാൽ മതി. അപ്പം നമുക്ക് എല്ലാ ഷെയ്ഡും ഉണ്ട്. അപ്പം നമുക്ക് മിക്സ് ചെയ്തിടാം. ഈ ഗ്രേയും ബ്ലാക്കും മിക്സ് ചെയ്തിടാം. ഇന്ന് ബ്ലാക്ക് തന്നെ യൂസ് ചെയ്യുന്നതിനേക്കാൾ നല്ലൊരു മിക്സ് ചെയ്തിരുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. അപ്പം ഇത് നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ തന്നെ ഈ ബ്രാൻഡിന് തന്നെ ഹിലേറി റോഡ അതിൻ്റെ തന്നെ ഒരു ഐബ്രോ സംഭവമുണ്ട്. ഇതിങ്ങനെ പൊങ്ങാത്തെന്താ പൊങ്ങുന്നില്ല കേസ്. അതെ ഇത് ഇത് വച്ച് ഇങ്ങനെ നമ്മൾ ജസ്റ്റ് വരയ്ക്കുക. ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ ഇതിൻ്റെ തന്നെ ഇതുണ്ട്, സ്പ്യൂലിയുണ്ട്. അപ്പോൾ അത് വെച്ച് നമുക്ക് ഈരി കൊടുക്കാം. പക്ഷെ ഇതിനേക്കാളും കുറച്ചും കൂടി നല്ലത് ആ പാലറ്റ് അറിയാം. കാരണം ഇത് വെച്ച് എഴുതുമ്പോൾ നമ്മൾ അത്ര ഇപ്പം നമ്മൾ ബിഗിനറാണെങ്കിൽ തന്നെ അത്ര നമുക്കൊരു കൺമഷി കൊണ്ട് വരച്ചൊരു ലുക്ക് വരുമെന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി നല്ലത് നിങ്ങൾക്ക് ആ പാലറ്റ് എടുക്കുന്നതായിരിക്കും. പിന്നെ നമുക്ക് അടുത്തത് നമുക്ക് ഐലൈനറിൽ ഞാനൊരു പെൻ ഐലൈനറും കാണിക്കുന്നുണ്ട്.
നിങ്ങൾ ബിഗിനർ ആണെങ്കിൽ നിങ്ങൾക്ക് പെൻസിലിൻ്റെ ആവശ്യമില്ല. പിന്നെ നിങ്ങൾക്ക് പ്രോ ആണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വരയ്ക്കാം. അയ്യോ ഇപ്പം ഇവിടെ വരച്ചേ ഇങ്ങനെയൊക്കെ വരയ്ക്കാം. നമുക്കൊരു പെൻസിൽ ഇരുന്നോട്ടെ. പക്ഷെ മോസ്റ്റ്ലി ഞാൻ ഇത് യൂസ് ചെയ്യാറില്ല. ഞാൻ ഇത് മേടിച്ചിട്ട് ചുമ്മാ വെച്ചേക്കുവാണ്. ഇത് നല്ലതാ, അത്യാവശ്യം കളറൊക്കെ ഉണ്ട്. ഇത് നല്ലൊരു ഓപ്ഷനാണ്. ഇത് ഇന്ന ബ്രാൻഡ് വേണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ആവശ്യമുള്ള ഏതെങ്കിലും ഒരു പെൻസിലിൻ്റെ മേടിച്ചും. പക്ഷേ പെൻസിലിൻ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നെ 2 ഐലൈനർ എന്ന് പറയുകയാണെങ്കിൽ ഒന്ന് NYBയുടെയും ഒന്ന് ഡാസ്ലർ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ ഇതിൻ്റെ 2 എണ്ണത്തിൻ്റെ അടപ്പ് ഞാൻ മാറ്റിയിട്ടേക്കും. ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്ന NYB ആയതുകൊണ്ട് എനിക്ക് NYBയുടെ ഈ അടപ്പ് അത്ര ഇഷ്ടമല്ല. ഇതൊട്ടും ഇങ്ങനെ പോയിൻറ്റഡ് അല്ല. അപ്പോൾ നമ്മളിങ്ങനെ വരയ്ക്കും ഇങ്ങനെ ഒരു മെനകെട്ട ലുക്ക് വരും. എന്നാൽ ഡാസ്ലറിൻ്റെ അങ്ങനെയല്ല, നല്ല സൂപ്പർ വരയ്ക്കുന്ന സാധനമാണ്. അതിനെന്താ ശരിക്കും പറയാം അടപ്പോ, അതെന്താ ഞാൻ മാറ്റിയിട്ടേക്കും. ഇത് രണ്ടും നല്ലത്. എനിക്ക് ഡാസ്ലറും ഇഷ്ടമാണ്, NYB ഇഷ്ടമാണ്. ഡാസ്ലർ കുറച്ചും കൂടി നല്ല പൈസയും കുറവാണ്, അത്രല്ല അതിൻ്റെ കളർ കുറച്ചും കൂടി നല്ല. ഈ NYBയിൽ ഇത് ഒരു ഗ്ലോസി ലുക്ക് വരും. അപ്പം നമ്മൾ ഫങ്ഷനൊക്കെ ഇട്ടുകൊണ്ടാണ് കുറച്ചും കൂടി ഒരു തിളങ്ങണ ഇതില്ലേ, നമ്മൾ വാട്ടർ പ്രൂഫൊക്കെ ഇടുമ്പോൾ ആ ഒരു ലുക്ക് NYBക്ക് ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും നല്ലതാണ്. രണ്ടും വലിയ വില ഉണ്ടാവില്ല. ഡാസ്ലറിന് പിന്നെ വലിയ വിലയില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. പിന്നെ മസ്കാരയുടെ ഞാൻ കാണിക്കുന്നത് മാർസിൻ്റെ മസ്കാരയാ. ഇതെനിക്ക് തീരാറായപ്പോൾ നല്ല ഇഷ്ടമായി. എന്നാൽ അതിന് മുമ്പ് എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ തുടക്കത്തിൽ യൂസ് ചെയ്യുമ്പോൾ ഇത് മൊത്തം പ്രൊഡക്റ്റ് ഞങ്ങൾ എടുത്തിട്ട് മൊത്തം തേച്ചിട്ട് നമ്മൾ ഭയങ്കര ക്ലംസി ആവും. മൊത്തം ഈ ഐലാഷസും മൊത്തം ഇവിടെയൊക്കെ ആകും. അന്നിത് കുറേ യൂസ് ചെയ്ത് വരുമ്പോൾ ഇത് കുറയണോണ്ടപ്പം നമുക്ക് പ്രൊഡക്റ്റ് കറക്റ്റായിട്ട് കിട്ടും. ഇത് നല്ലതാണ്. പിന്നെ മെബിലിൻ്റെ നല്ലതാണ്. മെബിലിൻ്റെ കുറച്ചും കൂടി പ്രൈസ് ഉണ്ടെന്ന് തോന്നുന്നു. ഇത് നല്ലത് അത്യാവശ്യം. മാർസിൻ്റെ ഇതിന് 250 ആ റേഞ്ചാന്ന് തോന്നണം. പിന്നെ നല്ലൊരു മസ്കാര ഇത് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ മസ്കാരയൊക്കെ നമ്മൾ എന്നും ഇടണ്ടെങ്കിൽ നിങ്ങൾക്കിത് നല്ലതാണ്. കാരണം മസ്കാരയൊക്കെ നമ്മൾ ഈ 6 മാസം കഴിയുമ്പോൾ മാറ്റണം എന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ മാറ്റാറില്ല. മാറ്റണം. ഈ പ്രൊഡക്റ്റുകളെല്ലാം നമ്മളൊരു 6 മന്ത് വരെയുള്ളൂ നമ്മൾ പൊട്ടിച്ച് കഴിഞ്ഞാൽ. പക്ഷെ നമ്മൾ അങ്ങനെ മാറ്റില്ല, കാരണം പൈസ കൊടുത്ത് മേടിക്കുന്നതല്ലേ. ശരിക്കും അങ്ങനെ ചെയ്യരുത്. അപ്പം നമുക്ക് ഈ മസ്കാരയൊക്കെ നല്ലതാണ്. പിന്നെ ഞാൻ ഈ വീഡിയോയിൽ ഞാൻ ലിപ്സ്റ്റിക്കുകളൊന്നും കാണിക്കുന്നില്ല. കാരണം ഞാൻ നേരത്തെ ഇട്ടതിന് മുമ്പ് ചെയ്ത വീഡിയോയിൽ ഞാൻ ലിപ്സ്റ്റിക്കിൻ്റെ ഒരു അഫോർഡബിൾ ആയിട്ടുള്ള കുറേ ലിപ്സ്റ്റിക്കുകൾ കാണിക്കുന്നുണ്ട്. ആ വീഡിയോ നിങ്ങൾ ചെക്ക് ചെയ്യാം. അതിൽ അത്യാവശ്യം എല്ലാം കാണിക്കുന്നതും 100, 150, 200 ലിപ്സ്റ്റിക്കുകൾ മൊത്തം അതിൽ കാണിക്കുന്നുണ്ട്. അതിന് ഇതിലിനി കാണിക്കുന്ന ലിപ്സ്റ്റിക്കിൻ്റെ ഓപ്ഷൻസ് അതിൽ ഞാൻ കാണിക്കാം. അതിൽ നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പം ആ ലിപ്സ്റ്റിക്ക് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് പോയി നോക്കാം. അപ്പം നമുക്ക് ലിപ് ലൈനേഴ്സിന് 3 ഓപ്ഷൻസാണ് ഞാൻ കാണിക്കുന്നത്. ഇതിലെൻ്റെ ഏറ്റവും ഫേവറേറ്റ്, ഇത് കണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കൂ, ഇത്രയുള്ള സാധനം ഞാൻ ഇത്ര യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിനിപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നില്ല, കാരണം ഈ ഷെയ്ഡ് ഇപ്പോൾ കിട്ടാണ്ടായാലോ. നമുക്ക് ഭയങ്കര ഫേവറേറ്റ് ആയതുകൊണ്ട് തീർത്ത് കളയാൻ തോന്നുന്നില്ല. ഇപ്പം സ്വിസ് ബ്യൂട്ടിയുടെ ഇത് ബോബി ബ്രൗൺ 14 എന്നാണ് ഷെയ്ഡ്. അതൊരു 69, 70ക്കുള്ള പ്രൈസ് ഉള്ളൂ. ആ റേഞ്ച് തന്നെ വരുന്ന വേറൊരു ഷെയ്ഡാണ് പെർഫെക്റ്റ് മെറൂൺ 50. ഈ 2 ഷെയ്ഡ് നല്ല, ഇത് നല്ല ബ്രൗണാണ്. നല്ല ഷെയ്ഡാണ്. ഇത് മാത്രം ഞാൻ ഇടാറുണ്ട്. നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ്. ഇത് മെറൂൺ ആയിട്ടുള്ളൊരു ലിപ് ലൈനർ ഇട്ടാൽ തന്നെ നമുക്കിപ്പോൾ ഒരു ലിപ് ലൈനർ ഇട്ടിട്ട് നമ്മൾ ലിപ്സ്റ്റിക്ക് ഇടുന്നതും അല്ലാതെ ഇടുന്നത് നല്ലൊരു വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ലിപ് ലൈനർ നോക്കുന്നുണ്ട്, ഇതൊക്കെ നല്ല അഫോർഡബിളാണ്. ഇതൊക്കെ മേടിച്ച് വയ്ക്കുക. പിന്നെ ഇതെന്ന് പറയണത് കണ്ടോ, ഈ ഷെയ്ഡ് കണ്ടോ, ഇത് കുറച്ചും കൂടി ഒരു മെറൂൺ പിങ്ക് ഉണ്ട്. ഇത് നല്ല കറക്റ്റ് ഒരു ഓറഞ്ച് ബ്രൗണാണ്. ഓറഞ്ച് ഇല്ല, നല്ല ബ്രൗണാണ്. അപ്പോൾ ഇത് നല്ല രസമാണ്. നമുക്ക് മിക്സ് ചെയ്തൊക്കെ ഇടുമ്പോൾ നമുക്ക് വാഷ് ഔട്ട് ആയിട്ടുള്ള ഏതെങ്കിലും ലിപ്സ്റ്റിക്ക് ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ ഒരു ലിപ് ലൈനറൊക്കെ ഇട്ട് ചെയ്യുവാണെങ്കിൽ ആ ലിപ്സ്റ്റിക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത് നല്ലൊരു സംഭവമാണ്. ഈ 2 ലിപ് ലൈനർ സൂപ്പറാണ്. ഇതിപ്പോൾ ഞാൻ അടുത്ത കാലത്ത് മേടിച്ചോളൂ ലിപ് ലൈനറാണ് ഇൻസൈറ്റിൻ്റെ. ഇത് എനിക്കിത് തുറക്കാം. പക്ഷെ എനിക്കിങ്ങനെ തുറക്കുന്ന പ്രൊഡക്റ്റ് വലിയ ഇഷ്ടമല്ല, കാരണം ഇത് എപ്പോൾ വെള്ളം ഒടിഞ്ഞോ കണ്ടോ.
ഇതിൻ്റെ ഷെയ്ഡെന്ന് പറയണത് ഒരു ബ്രൗൺ അല്ല, അന്ന് ഓറഞ്ചും അല്ല. പക്ഷെ ഇതിൻ്റെ ഇങ്ങനെ ഇത് നല്ല സുഖം, നല്ല ഇങ്ങനെ ഗ്ലൈഡ് ചെയ്ത് വെക്കും. മറ്റേ രണ്ടെണ്ണം പറയുമ്പോൾ കുറച്ച് ഒരു പെൻസിലിൻ്റെ ഒരു ടച്ച് ഉണ്ട്, പക്ഷെ ഇതിനതില്ല. ഇത് നല്ലതാണ്. ഇതിനും വലിയ പ്രൈസ് ഇല്ല, 100 താഴെയാന്ന് തോന്നുന്നു. 100 താഴെയാന്ന് തോന്നുന്നു. അപ്പോൾ ഇതിൽ ഈ 3 ഞാൻ ലിപ് ലൈനറായിട്ട് കാണിക്കുന്നത്. അപ്പം നമ്മൾ എന്തൊക്കെ കാണിച്ചു? കൺസീലർ, ഫൗണ്ടേഷൻ, ബ്ലഷ് എല്ലാം കാണിച്ചു തോന്നുന്നു. ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറച്ച് മേക്കപ്പ് പ്രൊഡക്ട്സ്. അപ്പം നിങ്ങളിപ്പോൾ തുടക്കക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഫൗണ്ടേഷനൊന്നും അത്ര വേണ്ടായിരിക്കും. നിങ്ങളിപ്പോൾ തുടക്കത്തിൽ ഒന്നും അറിയുന്നില്ല, മേക്കപ്പ് എന്താണെന്ന് അറിയില്ലെങ്കിൽ നമുക്ക് ആദ്യമേ വേണ്ടത് ഒരു കൺസീലർ, ഒരു കോമ്പാക്റ്റ്. ഞാൻ മസ്കാര പറയുമ്പോൾ മസ്കാര ഇട്ടൊരു ലുക്ക് വരുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഒരു മസ്കാര, പിന്നെ ഒരു ഐലൈനർ ഇല്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ എന്തായാലും നിങ്ങൾക്കൊരു ഐബ്രോ പാലറ്റ് വേണം. ഐബ്രോ പാലറ്റ് ഒരു നിങ്ങൾക്ക് ഏതാണ് നല്ലതെന്ന് വെച്ചാൽ കംഫർട്ട് എന്താണെന്ന് വെച്ചാൽ അത് മേടിച്ചോ. ഞാൻ കുറച്ചും കൂടി പറയാം പാലറ്റാണ്. ഇത്രയും മതി. ഇപ്പം നമുക്ക് ലിപ്സ്റ്റിക് ഉണ്ടല്ലോ, ലിപ്സ്റ്റിക്ക് നമുക്ക് ബ്ലഷോ ഐഷാഡോ അതൊക്കെ ആയിട്ട് മേടിട്ടോ. ബ്ലഷ് വേണമെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷൻ, ഇത് വലിയ വിലയില്ല, ഇത് നിങ്ങൾ മേടിച്ചോ. ഇത്രയും മതി എന്നാണ് എൻ്റെ ഒരു ഇത്. ബാക്കിയെല്ലാം നമ്മളിങ്ങനെ പഠിക്കും തോറും നമുക്ക് മേക്കപ്പിനോടുള്ള ഇൻട്രസ്റ്റ് കൂടി വരും, അപ്പം നമുക്ക് മേടിക്കാം. തുടക്കക്കാരാണ് നിങ്ങൾക്ക് ഇത്രയും മതി. കോമ്പാക്റ്റൊക്കെ തന്നെ ധാരാളം. നമുക്ക് ജസ്റ്റ് എങ്ങോട്ട് പോകുമ്പോൾ ഒന്ന് ടച്ചപ്പ് ചെയ്യാൻ കോമ്പാക്റ്റ് മതി. പിന്നെ ഒരു കൺസീലറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നിങ്ങളുടെ മുഖത്ത് അത്യാവശ്യം ഇങ്ങനെ ഡാർക്ക് സ്പോട്ട് അതൊക്കെ ഉണ്ടെങ്കിൽ, ഡാർക്ക് സർക്കിൾസൊക്കെ ഉണ്ടെങ്കിൽ കവർ ചെയ്യാൻ നമുക്ക് കൺസീലറിൻ്റെ ആവശ്യമുള്ളൂ. അത് നേരിട്ടേ നമ്മൾ ഫൗണ്ടേഷനിലേക്ക് ചാടുമ്പോൾ ഫൗണ്ടേഷൻ വേണ്ടാന്നാണ് എൻ്റെ, കൺസീലർ മതി. ഈ കൺസീലർ നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷൻ. നിങ്ങൾ കൺസീലർ നോക്കുന്നുണ്ടെങ്കിൽ ഇത് മേടിച്ചോ. അപ്പോൾ കൺസീലർ, കോമ്പാക്റ്റ്, ഒരു മസ്കാര, ഒരു ഐബ്രോ പാലറ്റ്, ലിപ്സ്റ്റിക്ക്, ഇത്രയും തന്നെ ധാരാളം. പിന്നെ എന്തൊക്കെയായാലും നിങ്ങൾ സ്കിൻ കെയർ ചെയ്തിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ ഉപകാരപ്രദമായാൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇങ്ങനത്തെ വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ആ നോട്ടിഫിക്കേഷൻ്റെ സംഭവം ആ ബെല്ലേ ഇത് വേണ്ടി അമർത്തിക്കും, നമുക്ക് ഞാൻ ഇതിടുമ്പോൾ അറിയാലോ. അപ്പോൾ ഓക്കെ, ഞാൻ ഇങ്ങനത്തെ കോണ്ടൻറ്റ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇടാം. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിരിക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ നേരത്തെ പറഞ്ഞ സ്ഥലത്ത് പിന്നെയും പറയുന്നില്ലേ. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക, ഡിസ്ലൈക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബൈ.